ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണെങ്കിൽ, ഇപ്പോൾ മമ്മൂക്ക സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ വിഷമമാണ് പലർക്കും നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇപ്പോൾ ഈ നടന്ന സുരേഷ് കുമാർ വിഷയം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവരൊക്കെ പ്രമാണിമാരായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയം ഇവരൊക്കെയാണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പം മമ്മൂട്ടി മോഹൻലാലൊക്കെയാണ് സിനിമകളിൽ അഭിനയിക്കുന്നത്. ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സിനിമ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇപ്പോൾ മമ്മൂക്കയുടെ തന്നെ 7ാമത്തെ സിനിമയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ 7 സിനിമകൾ അദ്ദേഹം 7 സിനിമകൾ ചെയ്ത 7 സിനിമകളും വിജയിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് മമ്മൂക്ക. മമ്മൂക്കയുടെ 7ാമത്തെ സിനിമ കളം കാവൽ വരാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്നും പഴയ പ്രൊഡ്യൂസേഴ്സിന് സഹിക്കുന്നില്ല. അവരൊക്കെ സ്ഥാനം പോയിരിക്കുകയാണ്. മോഹൻലാലും സ്വന്തമായിട്ട്, അദ്ദേഹം എല്ലാ സിനിമയും സ്വന്തമായിട്ടാണ്. മറ്റുള്ളവർ ആരുടെ സിനിമയിൽ അഭിനയിക്കുന്നത് എല്ലാ സിനിമകളും സ്വന്തമായിട്ടാണ്. അങ്ങനെ സ്വന്തമായി 25 കോടി എന്ന് കണക്കുമുണ്ടാക്കിയിരിക്കാം. മമ്മൂക്ക പിന്നെ കുറേ സിനിമകൾ മറ്റുള്ളവരുടെ സിനിമകൾ ചെയ്യുന്ന, ഇതൊക്കെയാണ് ഇതുപോലെ പഴയ പ്രൊഡ്യൂസർമാരുടെ വിഷമം. അവർക്ക് സിനിമകളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ എല്ലാവരും ചെറുപ്പക്കാർ, പൃഥ്വിരാജ് ആയിക്കോട്ടെ, മറ്റുള്ള നടന്മാരായിക്കോട്ടെ, സ്വന്തം നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ അവർ വിശ്വസിച്ച് ചെയ്യാൻ കോടികൾ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയധികം നിർമ്മാണ കമ്പനികൾ. അപ്പോൾ ഇവർ പറയുന്ന സിനിമകൾ പരാജയപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ സിനിമകൾ വഴിക്ക് വരില്ലല്ലോ. നമുക്കറിയാം ഇവിടെ അത്രയധികം സിനിമകൾ പരാജയപ്പെടുന്നൊന്നുമില്ല. കുറച്ച് സിനിമകൾ മാത്രമാണ് പരാജയപ്പെടുന്നത്. ഇവരെ കണക്കിലെ എല്ലാ സിനിമകളും പരാജയപ്പെടുന്നതാണ് ഇവർ പറയുന്നത്. ഇവരാണോ പ്രൊഡ്യൂസേഴ്സ്? അതൊന്നല്ല. അപ്പോൾ മമ്മൂക്കയുടെ കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാനാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നത്. മമ്മൂക്ക കൂടെ അഭിനയിക്കുന്ന ഏത് നടനെയും അത്രമാത്രം സപ്പോർട്ട് ചെയ്യും. പ്രത്യേകിച്ച് മമ്മൂക്ക നിർമ്മിക്കുന്ന സിനിമയാണെങ്കിൽ, പ്രത്യേകിച്ച് ആ സിനിമയിൽ ഒരാളെ വിളിക്കുകയാണെങ്കിൽ, ആ സിനിമയിൽ ഒരു നല്ലൊരു ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ അവനെ പരമാവധി, ആ വ്യക്തിയെ പരമാവധി ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ എത്ര പേര് നിങ്ങൾ ശ്രദ്ധിച്ചെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കളം കാവൽ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റർ വന്നപ്പോൾ അതിൽ വിനായകൻ മമ്മൂട്ടി എന്നാണ് എഴുതിയത്. അല്ലാണ്ട് വേറെ ഏതൊരു നടനായിക്കോട്ടെ, മോഹൻലാലാണെങ്കിൽ മോഹൻലാൽ വിനായകൻ എഴുതുള്ളൂ. പക്ഷെ ഇവിടെ എഴുതിയുള്ളത് വിനായകൻ മമ്മൂട്ടി എന്നാണ്. കാരണം ഈ സിനിമയിലെ നായകൻ വിനായകനാണ്, വില്ലനാണ് മമ്മൂട്ടി. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെ ആൾ വിനായകൻ മമ്മൂട്ടി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, കൂടെ അഭിനയിക്കുന്ന നടന്മാർക്ക് അത് ഏത് നടനായിക്കോട്ടെ. ഇപ്പോൾ വിനായകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്വഭാവം കൊണ്ട് വളരെ വൃത്തികെട്ടവനാണ് വിനായകൻ. അഭിനയത്തിൽ ഗംഭീര നടനാണെങ്കിൽ സ്വന്തം സ്വഭാവത്തിൽ വളരെ മോശക്കാരനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുറേ ആൾക്കുള്ളിലുള്ള അദ്ദേഹം ജനിച്ച ജാതിയെക്കുറിച്ചുള്ള ചിന്തകളും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആളിങ്ങനെ പ്രതികരിക്കുന്നുണ്ടാവുക. കാരണം അത് കുറ്റബോധം അല്ലെങ്കിൽ ഒരു വിഷമം ആൾക്കുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടുള്ളൊരു ഫ്രസ്ട്രേഷൻ പോലെയാണ്. ഇങ്ങനെയുള്ള ഫാമിലിയിൽ നിന്ന് വന്ന പലർക്കും ഉള്ള കാര്യം കൂടിയാണത്. അതിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ജനിച്ചത് ഏത് ജാതിയാണെങ്കിൽ, ഏത് മതമാണെങ്കിൽ, ഏത് കുലമാണെങ്കിൽ അതിൽ അഹങ്കരിക്കാനും അതിൽ അഭിമാനം കൊള്ളാനുള്ള കഴിവ് നമുക്കുണ്ടാകും. ഇപ്പോൾ സാധാരണ ഒരു ഈഴവ കുടുംബത്തിൽ ജനിച്ച എനിക്കത് ഏറ്റവും ഉയർന്ന ജാതി അല്ലെങ്കിൽ ഞാൻ പിറന്ന കുലം ഏറ്റവും വലുതാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതൊന്നുമല്ല. ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വിനായകൻ എത്ര മോശം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ നായകൻ വിനായകനായതുകൊണ്ട് വിനായകൻ മമ്മൂട്ടി എന്നാണ് അദ്ദേഹം ഈ പോസ്റ്ററിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പോസ്റ്റർ അടിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ മമ്മൂക്കയും വിനായകനും ചേർന്നുള്ള ഈ സിനിമ വമ്പൻ വിജയമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും ജിതിൻ കെ ജോസിന് വമ്പൻ സല്യൂട്ട്.